കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സന്തോഷിൻ്റെ കഥകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ പല ഘട്ടങ്ങളിലായി സംഭവിച്ച പല ദുരനുഭവങ്ങളും, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാനസികമായിട്ടുള്ള വേദനയും കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ നമ്മളുമായിട്ട് സന്തോഷും ജിഷയും പങ്കുവച്ചു. അതിൽ നമുക്ക് തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കും എനിക്കും പാനലിലും ഒക്കെ തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സന്തോഷ് വളരെയധികം ഇമോഷണലാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അയാൾക്ക് എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അന്ന് എത്ര അളവ് വേദനയും വിഷമവും ഉണ്ടായിരുന്നോ ഇന്നും അത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു കാഠിന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. കൂടുതൽ നമ്മളോട് തുറന്ന് പറയും തോറും അത് കൂടുകയാണ്. വീണ്ടും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൂടിയിട്ട് ഇനി എങ്ങോട്ട്, ഇനി എന്ത് എന്നുള്ളത് തിരിച്ചറിയാതെ ഈ കുടുംബവും കാര്യങ്ങളും കുട്ടികളും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ വേദനിപ്പിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചെനിക്ക് ചോദിക്കണം. ചോദിച്ചിട്ട് അത് ഞാൻ അന്ന് എന്ത് സംഭവിച്ചാലും അതിന് ഉള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നുള്ള രീതിയിൽ ഒക്കെ സംസാരിച്ചു. എന്തായാലും നമുക്ക് അപ്പം തോന്നി, എന്നെ സംബന്ധിച്ച് എനിക്കത് കൂടുതൽ മനസ്സിലാവും. കാരണം ഡോക്ടർ ഗിരീഷിൻ്റെ കൗൺസിലിങ്ങിന് പിന്നെ സന്തോഷിനെ വിധേയനാക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല, എല്ലാവരുടെയും കൂടെ കൂട്ടായ തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷിന് ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു അതിനകത്തൊരു സംശയം തോന്നുന്ന ഒറ്റ കാര്യതേ ഉള്ളൂ. ഇപ്പോൾ സന്തോഷിന് ഒരു വ്യക്തിയുമായിട്ട് പിന്നെ സംഘർഷമുണ്ട്. സന്തോഷിനെ ആയിട്ട് ചിന്തിക്കുമ്പോൾ ന്യായമൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടാകുന്ന സംഘർഷമാണ്, അങ്ങനത്തെ സംശയമൊന്നും വേണ്ട. പക്ഷേ ആ സംഘർഷം ലഘൂകരിക്കുവാനോ പരിഹരിക്കുവാനോ ഉള്ള സന്തോഷിന്റെ യാത്രയുടെ കൂടെ കൂട്ടേണ്ട വീട്ടിലെ അംഗങ്ങൾ, ഭാര്യയും കുട്ടികളും. എത്ര കുട്ടികളാണ്? 2 കുട്ടികളും. ഈ കുട്ടികളെ കൂടെ കൂട്ടാതെ അവരെ മാറ്റി ഉപേക്ഷിച്ച ശേഷം ഞാൻ ഈ സമരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയിലേക്ക് ഞാൻ നീങ്ങുന്നു എന്ന് സന്തോഷിന്റെ തീരുമാനം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഒത്തിരി പേര്, അതായത് ഈ വ്യക്തിയുടെ കുടുംബപരമായുള്ള ആളുകളായിട്ട് ആദ്യം സംസാരിച്ചു. പിന്നെ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രാഷ്ട്രീയത്തിലുള്ള പ്രമാണിമാരും നാട്ടിലെ പ്രമാണിമാരും സംസാരിച്ചു. പിന്നെ പഞ്ചായത്തില് പരാതി നൽകി, വില്ലേജിൽ പരാതി നൽകി, താലൂക്കിൽ പരാതി നൽകി, വനിതാ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. അങ്ങനെ 6 പരാതി 6 ഡിപ്പാർട്ട്മെന്റിന് അയച്ചു. ഇവരെ ആരും പരിഹരിച്ചിട്ടും പരിഹാരമായില്ല. പരിഹാരം ആവുന്നില്ല. ഇതേ ഒരു കാര്യത്തിന് പോലും, ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഒരു കാര്യത്തിന് പോലും ഒരാൾ പറഞ്ഞാൽ കഴിയില്ല. സ്വന്തം ഭാര്യയും മകനും മക്കളും പറഞ്ഞാൽ വരെ ഇയാൾ അനുസരിക്കാൻ തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് നേടി. ഇപ്പൊ നേടിയ സമയത്ത് ഇപ്പൊ 2 പേര്, ഒരു പിന്നെ പഞ്ചായത്ത് മെമ്പറും ഇയാളുടെ ഒരു ബന്ധു എന്ന് പറയുന്ന ഒരു ഗുണ്ടയും, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ഗുണ്ടയും വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല, എന്റെ ഭാര്യയും കുട്ടികളെയും ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ല. അല്ല, അവിടുത്തെ ജനങ്ങൾ ആരുടെ കൂടെയാ? ജനങ്ങൾ എന്റെ കൂടെയാണ്. പിന്നെ ആരുമില്ലെന്ന് ചിന്തിക്കേണ്ട കാര്യം അല്ല. പേഴ്സണലി നമ്മള് ബന്ധുക്കളെ, എനിക്കും ബന്ധുക്കളായിട്ട്, ബന്ധു എന്നുള്ളതല്ലല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന അവസരത്തിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു, ഒരു പിരിമുറുക്കം ഉണ്ടാകുന്നു നമ്മുടെ വഴി തടഞ്ഞപ്പോൾ. അതിനെ പരിഹരിക്കാൻ വേണ്ടി ഒരു ജനസഞ്ചയം സന്തോഷിന്റെ കൂടെ നിൽക്കുന്നു. ഇന്ന് ആ ജനസമൂഹം സന്തോഷിന് വിരുദ്ധനല്ല, സന്തോഷിനെതിരല്ല, സന്തോഷിന് അനുകൂലമാണ്, ഒരു സപ്പോർട്ടുണ്ട് അല്ലേ? അനുകൂലമാണ്. ആരും ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, അനുകൂലമാണ്. അതായത് എന്താ പ്രശ്നം പറഞ്ഞാൽ, ഞാൻ ആ നാട്ടിലേക്ക് താമസിക്കാൻ വന്നതാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ അവിടേക്ക് താമസിക്കാൻ വന്നതാണ്. ഇദ്ദേഹം ആ നാട്ടുകാരനാണ്. അല്ല, അതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സന്തോഷ് ഈ കാര്യങ്ങളെ കാണുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ റോഡിലൂടെ യാത്ര പോകുന്നു, ഒരു ആക്സിഡന്റ് പറ്റി, ആ നാട്ടുകാരനും എൻ്റെ വണ്ടി ഒരിക്കലും ഇടിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ കോട്ടയത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു, ഗാന്ധി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിച്ച് ഒരു ആക്സിഡന്റ് പറ്റി. ഞാൻ ഗാന്ധി നഗർ സ്ഥലത്തിൽ ഞാൻ പരിചയമുള്ള ആളല്ല, ആ നാട്ടിലുള്ള ആൾക്ക് എൻ്റെ വണ്ടി കൊണ്ട് തട്ടിയത്. സാധാരണഗതിയിൽ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും? നാട്ടുകാരോട്. തെറ്റാണ്, നേഹത്തിൻ്റെ കൂടെ നിൽക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 5 മുഖങ്ങളെ കൂടുതൽ അറിയാമെന്നുള്ളതുകൊണ്ട് അനീതിയായിട്ട് നിൽക്കുമെന്നുള്ള നമ്മൾ തെറ്റിദ്ധാരണയാണ്. എനിക്ക് തോന്നുന്നത് സന്തോഷിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില മുൻവിധികൾ സന്തോഷിൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം ഒരുപക്ഷെ മുൻകാലത്തുള്ള അനുഭവങ്ങളും ഈ ജയിലിൽ കിടന്ന പ്രശ്നങ്ങളും സമൂഹം സന്തോഷിനെ കണ്ട രീതികളും ഒക്കെ നൽകിയിട്ടുള്ള ഒരു കയ്പ് നീരുകൊണ്ടാവാം. പക്ഷെ സന്തോഷിൻ്റെ മനസ്സിൽ ചില ധാരണകളുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ താൻ പുറത്തുനിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തികളുടെ കൂടെ തന്നെയാണ് സമൂഹം നിൽക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്, അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ നീതി നയമാണ് ജനങ്ങളുമായിട്ട് അത്തരത്തിലുള്ളൊരു ഒരു 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 വ്യക്തിബന്ധം ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിന് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. ആ ഉള്ള സപ്പോർട്ട് സിസ്റ്റത്തെ, ആ ജനങ്ങളുടെ സപ്പോർട്ടിനെ കാണാനുള്ള കണ്ണുകൾ സന്തോഷനുണ്ടാവുകയാണ് വേണ്ടത്. അതേ ഉള്ളൂ അതിനകത്ത്. വേറെ വിഷയം എനിക്ക് മനസ്സിലാവാത്തത്,
ഇപ്പം നോക്കിക്കോ, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണോ അവരെ മാറ്റി നിർത്തണോ? കൂട്ടത്തിൽ ചേർക്കണം. ആണല്ലോ. എനിക്കിവിടെ ഉണ്ടായ സംശയം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സന്തോഷ് ഈ ഭാര്യയായിട്ട് വേർപിരിയാന്ന് പറയണ്ടായ കാര്യം? അതായത് ഈ പറയുന്ന വ്യക്തികൾ ഇപ്പൊ ഇത്രയും ആളുകളായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ പഞ്ചായത്തിൽ അവിടെ എല്ലാവരും പരാതി കൊടുത്തു, എല്ലാ ആളുകളും സംസാരിച്ചിട്ട് തീരാത്തൊരു കേസ്. ഈ വ്യക്തി ആര് പറഞ്ഞാലും കേൾക്കില്ല. ആയിക്കോട്ടെ. അപ്പൊ ഒരു ദിവസം 2 ദിവസം അല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ഈ സ്ഥലം വാങ്ങി അന്ന് മുതലേ ഇയാളുടെ ഒരു സ്വഭാവം പറയുന്നത്, ഇയാളുടെ കാര്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലം നോർമൽ സ്റ്റേജിൽ ആരും വാങ്ങില്ല. കാരണം അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സർപ്പക്കാവുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം ആരും വാങ്ങില്ല. അപ്പൊ അയാളിത് വാങ്ങാൻ വേണ്ടി അയാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് അയാളെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിലേക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും അയാൾ ചെയ്തു തന്നിട്ടുണ്ട്. തന്നൊന്നും ഇല്ലാന്ന് ഞാൻ പറയില്ല. ഒത്തിരി സഹായങ്ങൾ അയാളുടെ അടുത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അയാൾക്ക് ബാങ്കുമായിട്ട് എന്തൊക്കെ ഇടപാടും കാര്യങ്ങളും ഉണ്ടായതിന്റെ പേരിലാണ് അയാൾ ഈ സ്ഥലം വിൽക്കുന്നത്. അപ്പൊ ആ സ്ഥലം ആ നാട്ടുകാർ ആരും അവിടെ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യില്ല ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊരു ക്ഷേത്രശില്പിയും ക്ഷേത്രവുമായിട്ട് ചെറുപ്പം മുതലേ ജനിച്ച അന്ന് മുതലേ ക്ഷേത്രവുമായിട്ട് ബന്ധം ഉള്ളതിന്റെ പേരിൽ എനിക്കതൊരു മൈനസ് ആയിട്ട് തോന്നില്ല. എനിക്കതൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയില്ല. കാരണം എനിക്ക് ക്ഷേത്രമാണ് വേണ്ടത്. നമ്മൾ രാവിലെ എണീറ്റാ ക്ഷേത്രം ഒന്ന് കണി കാണാന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സർപ്പക്കാവ്, അമ്പലം, പിന്നെ വഴി ആദ്യം സഹായിച്ചത്, പിന്നെ നമുക്കെതിരെ പണിതത്, ഇതൊക്കെ വളരെ വ്യക്തം. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു പ്രതിസന്ധി വഴി നൽകുന്നില്ല. ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരെ കൂടെ കൂട്ടണമോ അതോ അവരെ പിരിച്ചു മാറ്റണമോ? കൂടെ നിർത്തേണ്ട വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ കാരണം കൊണ്ടാണ് സന്തോഷ് ഭാര്യയുമായിട്ട് വേർപിരിയണം എന്ന് പറഞ്ഞു പിരിയാൻ വരെ ഞാൻ തയ്യാറാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. വേർപിരിയാൻ വരെ തയ്യാറാണ് എന്ന് സന്തോഷ് ചിന്തിക്കുന്നതിൻ്റെ ആ ചിന്തയുടെ പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടില്ല. അത് ഇയാളുമായിട്ട് എതിരിടാൻ ഒരു ഭാര്യയ്ക്ക് കായികമായ കഴിയില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് എന്നാണ് എന്നോട് സന്തോഷ് പറഞ്ഞത്. ആ ബന്ധം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയാളുടെ കൂടെ സംസാരിക്കുമ്പോഴെങ്കിലും കുറച്ച് മനസ്സമാനം കിട്ടും. എന്തിനാ ഏട്ടൻ പ്രയാസപ്പെടും, നമ്മൾക്ക് കൂടെ ഇല്ലയോ, ആൾക്കാരില്ലയോ എന്നുള്ള ചില വാക്കുകളെങ്കിലും സന്തോഷിന് കുറച്ചുകൂടി ഒരു സ്പാർക്ക് പോസിറ്റീവ് ആവും. അങ്ങനെ എടുക്കേണ്ട സന്തോഷ് എന്തുകൊണ്ട് എങ്കിലും എനിക്ക് ഭാര്യയും കുട്ടികളും വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 2 പ്രശ്നം. ഒന്ന്, കൂടെ നിൽക്കുന്നവരെ കൂട്ടാത്ത സന്തോഷ് എന്നൊരു ചിത്രം പുറത്തു വരുന്നു. 2, അകാരണമായി പിന്നെ എന്താ പറയുക, മറ്റുള്ള നമ്മളെ ആശ്രയിച്ച് ജീവിക്കേണ്ട 3 വ്യക്തികളെ പറഞ്ഞു വിടുന്ന ക്രൂരമായ സന്തോഷിൻ്റെ ഒരു മുഖം. ഇതല്ലേ സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്നുള്ളൂ? അതെന്തിനാ സന്തോഷം എന്നെ ശ്രമിക്കുന്നു? ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ആ ഐഡിയയിലാണ് സന്തോഷം എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ സന്തോഷം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പം ഒരു യുക്തിക്ക് വേണ്ടി സന്തോഷം എന്താ ഈ കുട്ടിയെ ഇങ്ങനെ വിവാഹം കഴിക്കാനുണ്ടായ കാരണം? പിന്നിൽ പ്രണയമുണ്ടോ? ഇല്ല. പ്രണയം ഉണ്ടായില്ല. ഇല്ല. സ്നേഹമുണ്ടോ? ഇല്ല. വെറുപ്പുണ്ടായിരുന്നോ? ഇല്ല. പക? ഒന്നുമില്ല. പിന്നെ എന്ത് വേണ്ടിയായിരുന്നു? ഒറ്റ വാക്ക് ഉത്തരം. എന്നെ ട്രാപ്പ് ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് എന്നെ ട്രാപ്പ് ചെയ്തതിന്റെ പേരിലാണ് എനിക്ക് കേസ് വന്നത്. അന്ന് ആ കുട്ടി മൈനർ ആയിരുന്നു. മേജറായ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കല്യാണം, ചതിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. ചതിക്കാൻ വേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളുടെ സ്വഭാവം കൊണ്ടും അവളുടെ ഇപ്പൊ ഇന്ന് വരെ അവളുടെ സ്വഭാവം കൊണ്ടും അവളുടെ പിന്നെ സ്വഭാവ ഗുണം കൊണ്ടും നമുക്ക് ഒത്തിരി നേട്ടങ്ങളും കാര്യങ്ങളും, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ 3ാമതൊരാളുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പോഴും ചതിക്കണമെന്ന ചിന്തയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഒരാൾക്കും കൊടുക്കാൻ, ഒരാളുടെ മുന്നിൽ തരം താഴ്ത്താൻ പോലും ഞാൻ തയ്യാറല്ല. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇല്ല, ഒന്നുമില്ല. കൂടെ ആത്മാർത്ഥത കൂട്ടുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. അല്ല, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു വേർപിരിക്കൽ എന്നുള്ള ചിന്തയ്ക്ക് അർത്ഥമില്ലല്ലോ. ഇല്ല, അടിസ്ഥാനപരമായിട്ട് ഒരു അർത്ഥം ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കണം, യുക്തിരഹിതമായി എന്തിനാ നമ്മൾ ചിന്തിക്കണം? യുക്തിരഹിതമായി എന്തിനാ? യുക്തിയില്ലാത്ത നിലയ്ക്ക്, കാര്യകാരണ ബന്ധമില്ലാത്ത നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വീണ്ടും ഒരു പെരുവഴികളിലായിട്ട് മാറുകയാണല്ലോ. തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ അത് ചിന്തിക്കാൻ മാത്രമേ സന്തോഷിന് ഇവിടെ ഒരു ഉള്ളൂ. അപ്പൊ സ്പേസ് ഉള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ എടുക്കുന്ന ഓരോ ഡിസിഷൻസും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തെങ്കിലും കാര്യകാരണ വിശകലനം നടത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് മാത്രം ചിന്തിക്കാനേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, വഴി കിട്ടി. പരിഹരിക്കപ്പെട്ടെന്നല്ല, നമ്മള് പരിഹരിച്ചു. അല്ല, എന്തായാലും ആര് പരിഹരിച്ചാലും ഒരു പ്രശ്നം കഴിയുമ്പോഴാണ് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷെ അത് ഭീഷണിയുണ്ട് ഇപ്പോഴും. അല്ല, 3 പേരുടെ ഭീഷണി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അമേരിക്കയ്ക്ക് ഭീഷണിയുണ്ട്, ഇന്ത്യക്ക് ഭീഷണിയുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഭീഷണിയുണ്ട്. എനിക്കുൾപ്പെടെ, സന്തോഷം ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും HIV വൈറസിന്റെ ഭീഷണി വരെ ഉണ്ടാവാം. എന്നുകൊണ്ട് നമ്മൾ ജീവിക്കാതിരിക്കുന്നുണ്ടോ? അപ്പൊ ഈ ഭീഷണിയുടെ പേരിലല്ലല്ലോ. അതൊക്കെ പലപ്പോഴും വരും പോവും. അതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾ, കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങൾ. പ്രതീക്ഷിക്കാത്ത വ്യക്തികൾക്ക് ഭീഷണി വരാം, പ്രതീക്ഷിക്കുന്നവർക്ക് ഭീഷണി വരണമെന്നില്ല. നമ്മൾ ചിലർക്ക് ഊഹിക്കാം, ചിന്തിക്കാം, അതൊക്കെ സത്യമാണെന്നില്ല.
നമ്മൾ ജീവിക്കുന്നത് ഈ ചിന്തകൾ ഉണ്ടാക്കുന്ന ലോകത്താണ്. അതിൽ കുറേയൊക്കെ സത്യങ്ങളും കുറേയൊക്കെ മിഥ്യകളുമാണ്, അതുകൂടെ കലർന്ന ലോകത്താണ്. അപ്പോൾ സന്തോഷിൻ്റെ ചിന്തകളിൽ എത്ര കണ്ട് ശരിയുണ്ട് എത്ര കണ്ട് തെറ്റുണ്ടെന്ന് സന്തോഷം എന്ന് വിലയിരുത്താൻ തയ്യാറാവണം. മനസ്സിലായോ? നമ്മൾ എത്തുന്ന തീരുമാനങ്ങൾ ഒരു യുക്തി അടിസ്ഥാനമാക്കിയാവണം. യുക്തിവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം തെറ്റും, കാലിടറും, നമ്മുടെ ചുവടുവയ്പ്പൊക്കെ പാഴാവും. അപ്പം അത് മനസ്സിൽ വയ്ക്കണം. ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു മാറ്റി പാർപ്പിക്കൽ അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കൽ അങ്ങനെ ചിന്ത സന്തോഷം മനസ്സിലുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കഥ അവിടെ തീരുന്നു. ഇപ്പോൾ ഒരു വഴിയുണ്ടായി, വീടുണ്ടായി, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഒരു ചെറിയ തൊഴിലുണ്ട്, ജീവിതം ഒരു വലിയ വെല്ലുവിളിയായിട്ട് മുന്നിലുണ്ട്. അതിനെ സാർത്ഥകമായിട്ടും അല്ലേ സന്തോഷമായിട്ട് നേരിടുക, മുന്നോട്ട് നീങ്ങുക. കൂടെ നിൽക്കുന്ന ആൾക്കാരെ, നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാരെ കൂടെ കൂട്ടുക, അതിലൂടെ ഒരു പുതിയ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക. സന്തോഷം വളരുന്നു, ജീവിതം വളരുന്നു, പുതിയൊരു തത്വശാസ്ത്രത്തിലേക്കും ദർശനത്തിലേക്കും ആ നിലയ്ക്ക് നീങ്ങുക. റൈറ്റ്? ദാറ്റ്സ് ഓൾ. എന്താ പഠിച്ചത്? 8ാം ക്ലാസ് വെച്ചിട്ട് സ്കൂളിൽ പഠിത്തം നിർത്തേണ്ടത്. എന്താ ഈ പ്രശ്നത്തിന്റെ പേരില്, ഇത് അച്ഛന്റെ പ്രശ്നത്തിന്റെ പേരില്. ഈ പ്രശ്നത്തിന്റെ പേരിലല്ലേ? എന്താ പ്രശ്നം ഉണ്ടായത്? ഇവര് തട്ടിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ എന്നെ മാറ്റി നിർത്തിയിട്ട് പിന്നെ പോലീസ് കേസും കാര്യങ്ങളായ കാരണം പഠിത്തടച്ച് നിർത്തേണ്ടി വന്നു. ഇയാൾ തട്ടിക്കൊണ്ട് പോയിരുന്നില്ലേ? ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തട്ടിക്കൊണ്ട് പോവാത്ത ഇയാളെ തട്ടിക്കൊണ്ട് പോയി എന്ന് വരുത്തി. ശരി, എന്താ അങ്ങനെ ചെയ്തത്? എന്റെ വീട്ടുകാർ ഒരിക്കലും ചതിക്കൂലായിരുന്നു. എന്താ കാരണം ചെയ്യാൻ കാരണം? വീട്ടുകാർ കാരണം വീട്ടിലുള്ള ആൾക്കാർക്ക് അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി ഇത് കൂടുതലുള്ള അച്ഛൻ എന്ത് ചെയ്യുന്ന ആളാ? കൂലിപ്പണിക്ക്. അപ്പൊ അത് ഇയാളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെങ്ങനെ കാശ് കിട്ടും? ഇവര് നഷ്ടപരിഹാരം എന്നുള്ള രീതിക്ക് ഇപ്പൊ ഓരോ കേസുകളും കാണുന്നില്ലേ, അങ്ങനെ കാശ് കിട്ടുന്നുള്ള രീതിക്ക് ചെയ്താ. അച്ഛന് കാശ് കിട്ടിയോ? ഇല്ല. കിട്ടാൻ കാരണം എന്താണ്? ഇവരെ കൊണ്ട് എനിക്കൊരു ചീത്തപ്പേര് കേട്ടല്ലേ വെച്ചിട്ട് ഇവര് വന്ന് കല്യാണം കഴിച്ചു. ഓ, സാമൂഹിക സേവനം. സന്തോഷ് പറഞ്ഞു എന്ന് പറയുന്നത് ഇയാളെ വിവാഹമോചനം നടത്തണം, കുട്ടികളെയൊക്കെ ഉപേക്ഷിക്കണം, ഇയാളെയും കളയണം എന്നൊക്കെ പറഞ്ഞു തന്നു. എന്താ കാര്യം? സമൂഹത്തിൽ നിന്നുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാ. സമൂഹത്തിൽ നിന്നുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ്. സമൂഹത്തിലെ പ്രശ്നം കാരണം ഇയാളെ കളയുന്നതായിട്ടുള്ള ബന്ധം എന്താണ്? അതെന്താ അവർക്കെല്ലാം അറിയാം. അതെന്താ അവർക്കെല്ലാം അറിയുള്ളൂ. അല്ല, ജിഷ കൂടെ ജീവിക്കുന്ന ആളല്ലേ, കൂടെ നിൽക്കുന്ന ആളിന് രാപ്പനി അറിയാന്നാ പ്രയോഗം തിരുവനന്തപുരം. അല്ല, ഏട്ടനോട് ഇങ്ങോട്ട് ചീറ്റ് ചെയ്യുന്ന ആൾക്കാര് തിരിച്ച് പകരം ചോദിക്കുന്ന സമയത്ത് ഞാൻ ഏട്ടന്റെ ഭാര്യയായിട്ടിരിക്കുമ്പോ അവര് വൈരാഗ്യം വന്ന് തീർക്കുക എന്നോടല്ലേ, കുട്ടികളോടല്ലേ. അപ്പൊ ഞങ്ങളാണ്ട് ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ ഭാര്യ എന്നുള്ള ഏട്ടന്റെ ബന്ധുക്കൾ എന്നുള്ള ലേബില് പോയില്ലോ. പക്ഷെ ഇയാളെ ഒഴിവാക്കി കഴിയുമ്പോ ഇയാളും രണ്ട് പറക്കമുറ്റാത്ത കുട്ടികളും ആശ്രയത്വം ഇല്ലാതെ പരാശ്രയത്വത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവത്തില്ലേ? അല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്? വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വീടുണ്ട്, പക്ഷെ പകരം വയ്ക്കാൻ ഒരു ഹൃദയം കിട്ടും, അതിനുള്ള മാർഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇയാൾ കൂടെ അറിഞ്ഞിട്ടാണോ ഈ വിവാഹമോചനം എന്നുള്ള ഒരു നിലയ്ക്ക്? അതെ, ഏട്ടൻ എന്ത് തീരുമാനം എടുക്കുന്നോ അതിന് ഞാൻ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇയാൾക്ക് വ്യക്തമായ വ്യക്തി ചിന്തകളൊന്നുമില്ല. അപ്പൊ ഇപ്പൊ അയാള് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വിയോജിപ്പൊന്നുമില്ല, താല്പര്യക്കുറവൊന്നുമില്ല. വിവാഹമോചനമെങ്കിൽ വിവാഹമോചനം, എന്നിട്ട് ഇയാൾ പ്രത്യേകം ജീവിച്ചോളാം മക്കളുമായിട്ട്. അപ്പൊ ഇയാൾക്കൊരു പങ്കാളിത്തം, ഇയാൾക്കൊരു പാർട്ട്ണർഷിപ്പ്, ജീവിത പങ്കാളി അത് വേണ്ട. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്ന വിധത്തിൽ ഒരു പുരുഷന്റെ സ്നേഹവും സംരക്ഷണവും തണലും ഒക്കെ സാധാരണഗതിയിൽ ആരും ആഗ്രഹിക്കത്തില്ല. ആഗ്രഹിക്കുകൊണ്ടോ ഇല്ലയോ? ആഗ്രഹിക്കും. പിന്നെന്ത് ചെയ്യും? അപ്പൊ ഇത്രയും കാലം ജീവിച്ചില്ലേ, ആ ഓർമ്മകൾ തന്നെ മതിയല്ലോ. ഓർമ്മകളും അനുഭവവും രണ്ടല്ലേ? ഓർമ്മയും അനുഭവവും ഒന്നാണോ രണ്ടാണ്? ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് ഓർമ്മിക്കാം, പണ്ട് ഞാൻ പായസം കുടിച്ചത് ഓർക്കാം, പക്ഷെ പായസം കുടിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നത് പായസം കുടിക്കുന്നത് ഓർക്കാനാണോ പായസം കുടിക്കാനാണോ? കുടിക്കാൻ. അതാ ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിപ്പിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ഇപ്പൊ വീട് വെച്ചു, ശരിയാന്ന്, ജീവിക്കാൻ വേണ്ടി വീടുണ്ട്, പക്ഷെ ജീവിക്കാൻ വേണ്ടി വീട് മാത്രം മതിയോ? അല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ഹൃദയം, നമുക്കൊരു താങ്ങ്, സപ്പോർട്ട്, ഇഷ്ടം, ഒരു കരുതൽ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അതൊന്നും ഇല്ലാതെ വരുമ്പോൾ ജിഷ എന്ത് ചെയ്യും? അതിന് പകരം സന്തോഷം എന്താ നൽകുക? എവിടെ നിന്ന് ആരെ നൽകാൻ പോകുന്നു ജിഷയ്ക്ക്? ഇതൊക്കെ
അതൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഏട്ടനെ ഇതിന്ന് പിന്തിരിപ്പിച്ചാല് നല്ലൊരു പക്ഷെ ജിഷ പറയുന്ന ഏട്ടൻ എന്ത് തീരുമാനിച്ചാൽ ഞാൻ കൂടെ ഉണ്ടെന്നല്ലേ പറയാം. അതെ. അപ്പൊ ഏട്ടൻ പറയുന്നതെന്ന് പറഞ്ഞാല് ജിഷ വേണ്ട, കുട്ടികൾ വേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നൊരു നാടകം ഉണ്ടോ ഇതിന്റെ പിന്നിൽ? ഇല്ല. ഇല്ല, ഉണ്ട് നാടക. എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ പറയാം. ഇല്ല, ജീവിതം ആരെങ്കിലും നാടകമാക്കി എടുക്കില്ലല്ലോ. അല്ല, നാടകം പലപ്പോഴും ജീവിതമാവും. അപ്പൊ ഇപ്പം ജിഷയ്ക്ക് ഇപ്പം സന്തോഷില്ലെങ്കിലും ജീവിക്കാനുള്ള കെട്ടിടം ഉള്ളതുകൊണ്ട് അതിനകത്ത് കഴിഞ്ഞോളാം, സന്തോഷ് വിവാഹമോചനം നടത്താം എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു വനിതയാണ് അല്ലേ? കെട്ടിടം മതി, സന്തോഷം വേണ്ട. അങ്ങനെയല്ല, അല്ല, തീരുമാനങ്ങൾക്ക് സപ്പോർട്ടാണെന്നാ പറഞ്ഞു. എങ്ങനെ? ഏട്ടന്റെ എല്ലാ തീരുമാനങ്ങൾക്കും സപ്പോർട്ടാണ്. സപ്പോർട്ട്, അതാ പറഞ്ഞത്. അപ്പൊ സന്തോഷം മതി, വേണ്ട, കെട്ടിടം മതി എന്ന സന്തോഷിന്റെ തീരുമാനത്തോട് ജിഷ യോജിക്കുന്നു. പൂർണ്ണമായിട്ട് യോജിക്കില്ല, അതിന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യം എന്നാ പറഞ്ഞത്. അല്ല, അങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ജിഷയ്ക്ക് താല്പര്യമുണ്ടോ? ജിഷ ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. ജിഷ എന്നോട് പറഞ്ഞത് ഏട്ടൻ എന്ത് തീരുമാനിച്ചാലും കൂടെ നിൽക്കുന്നാണല്ലോ. അതെ, ഏട്ടൻ സ്നേഹപരമായി. അപ്പൊ ഈ ഒരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം, അതോ അയാളെ പിന്തിരിപ്പിക്കാനാണോ ഇഷ്ടം? പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്തിരിപ്പിക്കാനാണ് ഇഷ്ടം. പിന്തിരിപ്പിച്ച് വരണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നാഗ്രഹമുണ്ട്. അപ്പൊ അയാളുടെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനല്ലേ ഇഷ്ടം? നിൽക്കാനും ആരും പറയാണ് അങ്ങനെ പറ്റില്ല, എങ്ങനെയാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഇയാളുടെ ഇഷ്ടം അതിനെതിരല്ലേ? ഏതിനെതിരല്ലേ? അയാളുടെ തീരുമാനിക്കുന്നു എനിക്ക് ഭാര്യ വേണ്ട, കുട്ടികൾ വേണ്ട, കെട്ടിടമുണ്ട്. ജിഷയുടെ ഇഷ്ടം അയാളെ കൂടെ നിൽക്കുക. സന്തോഷ് തീരുമാനിക്കുന്നു എനിക്ക് ഈ പ്രശ്നവുമായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണം, അതിനുവേണ്ടി എൻ്റെ ഭാര്യയും കുട്ടികളും എൻ്റെ കൂടെ പാടില്ല, അവരെൻ്റെ കൂടെ വേണ്ട, ഞാൻ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു, പകരം അവൾക്ക് ഞാനൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എൻ്റെ തീരുമാനം അതാണ്. തീരുമാനമായി. ജിഷ പറയുന്നു ഏട്ടൻ്റെ സ്നേഹം, തലോടൽ, തണൽ, കരുതൽ ഒക്കെ വേണം. പക്ഷേ ജിഷ പറയുന്നു ഏട്ടൻ എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ കൂടെ നിൽക്കും. മൂന്ന് കണ്ടീഷൻസ് ആണ്. ഇപ്പൊ ജിഷ എവിടെ? പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ഏട്ടൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം, ആ തീരുമാനത്തിൽ എന്നാണ്. അപ്പോ ഈ സന്തോഷ് പറയുന്നു അങ്ങനെ വേണ്ട, പ്രശ്നങ്ങൾ തീരുന്നില്ല, ഭീഷണികൾ ഉണ്ട്, ഗൂണ്ടകൾ വരുന്നുണ്ട്, അവരെ നേടാൻ വേണ്ടി എനിക്ക് ജിഷയെ വേണ്ട, കുട്ടികളെ വേണ്ട. എങ്കിലോ? അപ്പൊ പിന്നെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ജിഷയുടെ തീരുമാനം വേണ്ട. ജിഷയ്ക്ക് വേണ്ടത് സന്തോഷിന്റെ കൂടെ നിൽക്കണോ അതോ സന്തോഷിന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യണോ? രണ്ടിലെ ഒന്നേ പറ്റുള്ളൂ. ഏട്ടന്റെ കൂടെ നിൽക്കണം. അപ്പൊ സന്തോഷിന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏട്ടനോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് ഏട്ടന്റെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാ പറഞ്ഞു. അതാ പറഞ്ഞത്, സ്നേഹമുള്ളതുകൊണ്ട് തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കാതിരിക്കുക. ഒരു പ്രധാന ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനമാണ് ഒരു മനുഷ്യനുമായിട്ടുള്ള ജീവിതം തുടരണോ വേണ്ടേ എന്നുള്ളത്. പ്രത്യേകിച്ച് പങ്കാളിത്തം, ഭാര്യ ഭർത്തൃ ബന്ധം. അപ്പോൾ അത് ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിന് പകരം കുറച്ചുകൂടി ഒരാളുടെ തീരുമാനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതിന് പകരം സ്വന്തമായിട്ട് എല്ലാം ചിന്തിക്കുക. ജിഷ എന്ന വ്യക്തിയുടെ സാമൂഹ്യമായ ബന്ധത്തിന് വേണ്ടി കുടുംബ ബന്ധം വേണോ? ജിഷ എന്ന വ്യക്തിയുടെ മാനസികമായ ആവശ്യങ്ങൾക്ക് ഒരു ബന്ധം വേണോ, പങ്കാളിത്തം വേണോ? ജിഷ എന്ന വ്യക്തിയുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് ഒരു പങ്കാളിത്തം വേണോ? ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പകരം വയ്ക്കാൻ പറ്റുന്നതാണ് ഒരു കെട്ടിടം. എന്തായാലും സന്തോഷിന്റെ കൂടെ ജീവിക്കാൻ, കുട്ടികളെ ഒരുമിച്ച് കൂട്ടി വളർത്താൻ ആഗ്രഹമുണ്ട് അല്ലേ? ഓക്കെ, ശരി, ഫൈൻ. സന്തോഷിൻ്റെയും ജിഷയുടെയും ജീവിതകഥ നമ്മൾ അനുഭവപ്പെട്ടു, നമ്മൾ കേട്ടു, കണ്ടു. പലപ്പോഴും നമ്മുടെ മനുഷ്യ ജീവിതങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്താണ്? ആ തീരുമാനങ്ങളുടെ പിന്നിൽ വൈകാരികമായ ചില പ്രശ്നങ്ങളാണോ, ഇമ്പൾസീവായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണോ, വേണ്ടത്ര യുക്തി വിചാരങ്ങൾ നടത്തിയ ശേഷം അതിൻ്റെ വരായ്മകൾ പരിശോധിച്ച ശേഷം എടുക്കുന്ന തീരുമാനങ്ങളാണ്. രണ്ട് ഭാഗങ്ങൾ ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, വിവാഹത്തിലേക്ക് നയിച്ച കുറേ കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായി ഒരു വെല്ലുവിളി എന്ന വിധത്തിൽ ഒരു പക്ഷേ ഒരു ചലഞ്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടിയോ വിവാഹം കഴിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം. ബട്ട് വിവാഹ ജീവിതത്തിലേക്ക് മുന്നോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ അവർ തമ്മിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുണ്ടാകുന്ന റിവഞ്ച് മാറിയ ശേഷം ഒരുമിച്ച് സാന്ത്വനമായി ജീവിക്കാം എന്ന തീരുമാനത്തിലേക്ക് മാറുന്ന അതേ യുവാവിൻ്റെ മറ്റൊരു മുഖം. വീണ്ടും
സന്തോഷിൻ്റെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റുന്നില്ലേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചു? ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടാകും. അയാൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നു, വഴി കിട്ടാൻ ബുദ്ധിമുട്ടുന്നു, നാട്ടിലൊരു വ്യക്തി പ്രശ്നം സൃഷ്ടിക്കുന്ന അവസരത്തിൽ ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന വ്യക്തിക്കെതിരെയുള്ള നിയമയുദ്ധങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കൂടെ എൻ്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് കരുതി അവരെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുന്ന സന്തോഷ്, ആ തീരുമാനം ഏട്ടൻ്റെ എന്ത് തീരുമാനമാണെങ്കിലും കോട്ട് ആൻഡ് കോട്ട് ജിഷ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജിഷ. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഒടുക്കവും. പലപ്പോഴും നമ്മൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലം എന്തായിരിക്കും, എന്തിനു വേണ്ടി തീരുമാനങ്ങൾ. തീർച്ചയായിട്ടും സന്തോഷം മനസ്സിലാക്കേണ്ടതുണ്ട്. ജിഷ മനസ്സിലാക്കിയതുപോലെ സന്തോഷം മനസ്സിലാക്കി. എങ്കിലും അതിൻ്റെ പ്രധാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും പറയുന്നത്, ഒരു പ്രതിസന്ധി നമ്മളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിസന്ധിയെ നമ്മൾ കാണുന്ന തരം. മറ്റൊന്ന്, പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ. ഈ മറ്റുള്ളവരുടെ പിന്തുണയിൽ സമൂഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ വളരെ പ്രധാനമാണ്. സന്തോഷ് നേരിട്ട പോലുള്ള ഒരു പ്രതിസന്ധി, വഴിയില്ലാത്ത വീട്, വഴി കണ്ടെത്താനുള്ള ശ്രമം, ഇതിനെ പരിഹരിക്കുവാൻ വേണ്ടി ഒരു സപ്പോർട്ട് സിസ്റ്റം സ്വീകരിക്കുവാൻ വീട്ടുകാരുടെ തുണ, താങ്ങ്, തലോടൽ വളരെ പ്രധാനമാണ്. ജിഷയുടെ ഒരുപക്ഷെ ധൈര്യം നൽകുന്ന കൊച്ചുവാക്കുകൾ, ജിഷയുടെ ഒരുമിച്ചുള്ള ജീവിതം, ജിഷയുടെ ഒരു ചൂടും തണലും ഒക്കെ സന്തോഷത്തിന് കൂടുതൽ ഊർജം നൽകാം. കുട്ടികൾക്ക് ഒരു 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 നാഥനുണ്ട് എന്നുള്ള ബോധം നൽകാം. ആ കുടുംബത്തിൻ്റെ യാത്ര പുതിയൊരു ജൈവികമായ തലത്തിലേക്ക് ഉയരാൻ. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു യുദ്ധത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒറ്റയാൾ യോദ്ധാവിനെ പോലെ നീങ്ങുവാൻ വേണ്ടി ഇവരൊക്കെ വേണ്ട എന്ന് യുക്തിരഹിതമായി ചിന്തിക്കുന്ന ചിന്തകൾക്ക് അർത്ഥമില്ല എന്ന കാര്യം രണ്ടുപേരും മനസ്സിലാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാൻ, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. തീരുമാനങ്ങളിൽ ഇനിയും നമ്മൾ കുറച്ചു കൂടുതൽ യുക്തി വിചാരം നടത്തേണ്ടതിൻ്റെ അനിവാര്യത കാണിക്കുന്ന, നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വെളിച്ചം നൽകുന്ന ഒരു ജീവിത കഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, സന്തോഷിൻ്റെ പ്രശ്നം ഇതാണ്, വൈകാരികമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ 99% എല്ലാവർക്കും പരാജയമേ സംഭവിക്കാറുള്ളൂ. നമ്മുടെ വികാരമാണ് നമ്മളെ അവിടെ നിയന്ത്രിക്കുന്നത്. മറിച്ച് ബുദ്ധിപരമായിട്ട് പ്രായോഗികമായി ചിന്തിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മുതിർന്നവരോടും അറിവുള്ളവരോടും ഒക്കെ ആലോചിച്ച് ചെയ്യുമ്പോൾ അത് കുറേയെങ്കിലും നമുക്ക് ആ വിഘാതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് കടക്കാനാകും. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഞാനെപ്പോഴും വൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തെ വളരെ പെട്ടെന്ന് അടയാളം കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നി. പ്രഗത്ഭനായ വളരെ കഴിവുള്ള ഡോക്ടർ, അദ്ദേഹം കുറച്ച് സമയം കൊണ്ട് തന്നെ സന്തോഷിൻ്റെ വ്യക്തിത്വവും സ്വഭാവവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും ഒക്കെ കൊടുത്തു. തുടർന്ന് അങ്ങോട്ടുള്ളവരുടെ സന്തോഷകരമായ ജീവിതത്തിന് എന്താണ് വേണ്ടതെന്ന് സംസാരിക്കുകയും ചെയ്തു. അന്നിവിടെ സന്തോഷ് സംസാരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാനൽ, ആ പാനൽ ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ജീവിതം സാക്ഷിയിലെ ഓരോ ജഡ്ജിങ് പാനൽ മാറുമ്പോഴും അതിന് മുൻപുള്ള കുറേ കഥകളെങ്കിലും കാണുകയും മനസ്സിലാക്കുകയും അതിൻ്റെ രീതികളൊക്കെ അറിഞ്ഞു വരുന്ന പാനലുകളാണ് പിന്നെ വരുന്ന ജഡ്ജിങ് പാനലുകളെല്ലാം. അതുകൊണ്ട് തന്നെ സന്തോഷിൻ്റെ കഥ നമ്മുടെ ഈ പാനലിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ല. സന്തോഷിനെ അവർക്കറിയാം, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ സംസാരിച്ചതും അവർക്കറിയാം. ഡോക്ടർ ഗിരീഷിൻ്റെ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വരുന്ന പോലെ തന്നെ മനസ്സിനുള്ള അസുഖം എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ വലുതാണ്. നമ്മൾ പുറത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഒത്തിരി 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 പ്രശ്നങ്ങളിൽ എല്ലാവരും സങ്കീർണമാണ് ഉള്ളിൽ. അത് നമ്മളെന്താ പറയുന്നത്, അതിനെ അവിടെ നിർത്തിക്കൊണ്ട് പുറത്ത് വളരെ കാര്യമായിട്ടൊക്കെ പെരുമാറാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അന്ന് ഞാൻ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷ് പറഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ പോവുകയാണ്. സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ ജിഷയും കുട്ടികളെയും ഒരു വീട് വാങ്ങിച്ചു കൊടുത്തിട്ട്, ഞാൻ വസ്തുവും വീടും വാങ്ങിച്ചു കൊടുത്തു, സെറ്റിലാക്കിയിട്ട് ഞാൻ പോയിട്ട് അങ്ങ് എല്ലാവരെയും കൂടെ അങ്ങ് സ്നേഹിക്കാമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച വാക്ക് അവരെ സ്നേഹിക്കുക എന്നുള്ളതല്ല, അവരെ സന്തോഷം എന്തെങ്കിലും നാളെ ഒരു കുറ്റകൃത്യം എന്തെങ്കിലും ചെയ്താൽ അവരെ ബാധിക്കരുത്. അതുകൊണ്ട് ഞാൻ ഡൈവേഴ്സ് ചെയ്യുന്നു. ഞാൻ വാക്കാൽ ഇത്ര വലിയൊരു പ്രോഗ്രാമിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നാളെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ആരും പോയി ഉപദ്രവിക്കണ്ട. അപ്പം ഞാനത് പോയിട്ട് എന്നെ എന്തിനിങ്ങനെയൊക്കെ നിങ്ങൾ ക്രൂശിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് പലതരം പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, ഞാനകത്ത് പോയേക്കാം. അപ്പം അതിന് റെഡി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഏക കാര്യമുള്ളൂ, സന്തോഷിൻ്റെ ഭയങ്കര വികാര വിക്ഷോഭമൊന്നും
അതൊന്നും എനിക്ക് കുറ്റമായിട്ട് തോന്നിയിട്ടില്ല. 10 കൊല്ലം ജീവിച്ചൊരു സ്ത്രീക്ക് ഇതാണ്ട് ഒരു കൈക്കൂലി കൊടുക്കുന്ന പോലെ ഒരു വീടും ഇതും കൊടുത്തിട്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്തോഷിയോടെ വരണം, ജിഷ വരണം, കുഞ്ഞുങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ചതും അങ്ങനെ സന്തോഷിയോടെ എത്തി. ഇനി പറയൂ സന്തോഷ്, ഈ ഒരു ഒരാഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങളാണ്. പിന്നെ ഞങ്ങള് വീടുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ഒരു കൊച്ചു വീട് പണിതു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ പാല് കാച്ചൽ ചടങ്ങ് നടത്തി. ഒരു സ്വീറ്റ്സ് കട്ട് ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായി. കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വന്നു? കുടുംബത്തിൽ നിന്ന് അമ്മ വന്നിരുന്നു. ഒരു വലിയ അമ്മ സന്തോഷം തന്നെയാണ് തന്നെയാണ്. അമ്മ വന്നിരുന്നു, ചെറിയച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആളുകൾ നമ്മൾ ക്ഷണിച്ചില്ല. ഇല്ല, എന്നാലും ആൾക്കാരെന്നുള്ളതല്ല, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും അടുത്തുള്ളവർ ഉണ്ടായല്ലോ, അമ്മ ഉണ്ടായല്ലോ. അമ്മ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാവരും ക്ഷണിച്ചത് ഇങ്ങനെയാണ്, വരാൻ ക്ഷണിച്ചില്ല. എല്ലാവരും സമ്മതവും അനുഗ്രഹവും ഉണ്ടാവണം, അത്ര ഞാൻ ക്ഷണിച്ചുള്ളൂ. വന്നാൽ സന്തോഷം, അല്ലെങ്കിൽ സമ്മതവും അനുഗ്രഹവും ഉണ്ടാവണം. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സമയത്ത് ചെയ്യാനാണ് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് പാല് കാച്ചാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു. അവസാന ഘട്ടത്തിൽ അമ്മ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ടുപോയി പുലർച്ചെ 4 മണിയാകുമ്പോൾ കൊണ്ടുവന്നു. ചടങ്ങ് അമ്മയെ ഏൽപ്പിച്ചു. പിന്നെ അത് അവളല്ല ഏൽപ്പിച്ചത്, അമ്മയെ ഏൽപ്പിച്ചു. അമ്മയും അവളും കൂടെ ചടങ്ങുകളൊക്കെ നടത്തി. രാവിലെ ഒരു ഗണപതി ഹോമമൊക്കെ 4 മണിക്ക് ഒരു ഗണപതി ഹോമമൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ താമസം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നിങ്ങളുടെയൊക്കെ കൂടെ നിന്ന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ സാന്നിധ്യത്തിൽ, അത് ഇപ്പോൾ പറഞ്ഞല്ലോ അനാഥയായ പെൺകുട്ടീന്നാ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടീന്നാ, അങ്ങനെ അല്ല ഇനി അവളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകും ഇവിടെ മുതൽ. ഇപ്പോൾ ഡോക്ടർ സഹായം എനിക്ക് ഒരുപാട്, സംസാരം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഡോക്ടർ എന്നോട് കുറച്ച് സമയം കൊണ്ട് തന്നെ ഡോക്ടർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞു പെട്ടെന്ന് തന്നെ എന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചെറിയൊരു എടുത്ത തീരുമാനത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ്, വേറെ ഒന്നുമില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി തോന്നുന്നു. എൻ്റെ തെറ്റുകൾ എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവള് ആരും ഇല്ലാത്ത ഒരാളല്ല, സന്തോഷ് നാലുപുരക്കലിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾക്കിപ്പോൾ വീടുണ്ട്, സ്വന്തമായ സ്ഥലമുണ്ട്, 2 കുട്ടികളുണ്ട്. അവള് എന്നെക്കാൾ ഉയർന്നിട്ട് തന്നെ ഈ സമൂഹത്തിൽ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇവിടെ പാനലിനോട് ഇവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അല്ല, അത് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ചെയ്യാമായിരുന്നു, ചെയ്യാൻ അതിന് ഇപ്പോഴും തർക്കമില്ല, തടസ്സമൊന്നുമില്ല. പക്ഷെ അന്ന് ഈ ചെയ്തത് എന്താ പറഞ്ഞാല് നമുക്ക് ഒരു എന്താ ഒരു പണി തന്നതാണ് ഈ പെൺകുട്ടിയെ വെച്ച്. മല്ലൂർ ക്ഷേത്രം. അല്ല, അതിനവിടെ റെക്കോർഡ്സ് ഉണ്ടോ? അവിടെ കാണുമായിരിക്കും. അവിടെ കല്യാണം നടന്നതാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും രേഖകൾ കാണാതിരിക്കില്ല. അവിടുത്തെ രജിസ്റ്റർ ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പൊ 2 കുട്ടികൾ ആയി, ഒരു കുട്ടിക്ക് 10 വയസ്സായി, 5ാം ക്ലാസ്സിലേക്ക് അവൻ മാറി. അതിനേക്കാൾ വലിയൊരു രജിസ്ട്രേഷന്റെ ഇല്ല. എന്നാലും പാനലും ഇവിടുത്തെ പറയാന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയി ചെയ്യാൻ ഞങ്ങൾ ചെയ്യണം. നിയമങ്ങൾ മാറുകയല്ലേ സന്തോഷ്? റേഷൻ കാർഡ് മാത്രം മതിയെന്നായി, പിന്നെ വോട്ടേഴ്സ് ID ആയി, ഇപ്പൊ ആധാറായി. ഇനി അങ്ങോട്ടങ്ങോട്ട് നിയമങ്ങൾ വരുമ്പോൾ നാളെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ അതിലില്ല ഒരു എതിരഭിപ്രായം ഇല്ല. നാളെ തന്നെ ചെയ്യാം. നിങ്ങൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു, താലി കെട്ടി മാലയിട്ട് വിവാഹം കഴിച്ചത് അത് നിയമപരമായിട്ടുള്ള വിവാഹം തന്നെയാണ്. പക്ഷെ ഇപ്പോ ഒരു രേഖകൾ, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു പുതിയ എന്തെങ്കിലും സ്ഥാനത്തിലേക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനോ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തൊരു രേഖ വേണം. അതിപ്പോ സാറ് പറഞ്ഞ പോലെ അത് അതിനു വേണ്ടിയുള്ള നടപടികൾ, നിയമപരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ട് അത് ചെയ്യാൻ വേണം, നിർബന്ധമായിട്ടും ചെയ്യണം. എനിക്കൊരു ഗൾഫ് പോകേണ്ട വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം. അപ്പൊ അത് ചെയ്യണം, നിർബന്ധമാണ്, ചെയ്യാം. സർ, തീർപ്പ് വായിക്കാം സർ. പരാതിക്കാരനും ഡിയാന്റെ നിയമപരമായി വിവാഹം ചെയ്ത ഭാര്യയായ ജിഷ, വൈഫ് ഓഫ് സന്തോഷ്, നാലുപുരയ്ക്കൽ വീട്, തിരൂർ, മലപ്പുറം ജില്ല എന്നിവരും തമ്മിൽ മുൻപുണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കൈരളി TV-യിൽ ജീവിതം സാക്ഷി എന്ന ലോക അദാലത്തിലൂടെ പാനൽ മുമ്പാകെ വെച്ച് സംസാരിച്ച് പൂർണ്ണമായും പരിഹരിക്കുകയും പരാതിക്കാരൻ ഡിയാൻ്റെ സ്വന്തം പേരിൽ തിരൂർ മംഗലം ദേശത്ത് വാങ്ങിയ 6 സെന്റ് ഭൂമിയിൽ പുതുതായി പണിതീർത്ത വീട്ടിൽ ഡിയാർ 2 പേരും അവരുടെ 2 മക്കളോടൊപ്പം ഒത്തൊരുമിച്ച് കുടുംബമായി തുടർന്ന് ജീവിച്ചു കൊള്ളാമെന്ന് ഇരുകൂട്ടരും പൂർണ്ണമായി സ്വമനസാലെ സമ്മതിച്ച് ഈ ഒരു ഒത്തുതീർപ്പ് ഒപ്പുവെച്ചിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ മറ്റ് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് തർക്കങ്ങളോ നിലവിലില്ലാത്തതും നാളിതുവരെയുള്ള സകലവിധ തർക്കങ്ങളും ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നതുമാകുന്നു.
സന്തോഷ്. എന്തായാലും അവാർഡിൽ ഒപ്പുവെച്ച് രണ്ടുപേരും. അപ്പം ഇനി വീടിന്റെ താക്കോല് ജിഷയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ളതാണ് സന്തോഷിന്റെ ആഗ്രഹം, അല്ലേ? ഇനി 10 വർഷത്തിന് ശേഷമെങ്കിലും അവൾ ഒന്നുമില്ലാത്തവളല്ല. അതുകൊണ്ട് എന്റെ ഒരു സമ്മാനമായിട്ട് സാറ് കൊടുക്കുക, അതാണ് പാനൽ കൊടുക്കുക, അതാണ് എനിക്ക് സന്തോഷം. അപ്പൊ ഈ താക്കോല് ഇത് കുടുംബമാണ്, കുടുംബിനിയായിട്ട് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി കഴിയണം. രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. ഈ എല്ലാം മറക്കുക. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഐക്യമാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും പറയുക. ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെങ്കിലും ആലോചിച്ച് അത് വേണം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. പ്രമാണത്തിൻ്റെ കോപ്പിയും കേട്ടോ. അങ്ങനെ സന്തോഷും ജിഷയും സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുകയാണ്. 2 മക്കളും ഒത്ത് ആ വീട്ടിൽ, പുതിയ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് താക്കോല് ജിഷയെ ഏൽപ്പിക്കുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട്. പാനലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് കൊടുക്കണം. അത് എല്ലാവരും അറിയണം. ജിഷയ്ക്ക് സ്വന്തം വീടുണ്ട്, മക്കളും ഭർത്താവും ഒത്ത് ജിഷ നല്ല ഒരു മേൽവിലാസമുള്ളൊരു സ്ത്രീയായി ഈ ലോകത്ത് താമസിക്കുകയാണെന്ന് അറിയണം എന്നുള്ളതാണ് സന്തോഷിൻ്റെ ആഗ്രഹം. അത് സന്തോഷിൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ജിഷയെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലോ അതൊന്നും സന്തോഷിന് പ്രശ്നമല്ല. ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നുള്ളതാണ്. പിന്നെ അവരുടെ വളരെ വ്യക്തിപരമായിട്ട് അവരെ മനസ്സിനെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടു. ആ നാട്ടുകാരായിട്ടുള്ള നല്ല മനുഷ്യനോട് പറയുകയാണ്, അവരെ സഹായിച്ചില്ലെങ്കിലും ഇനി അവരൊന്നിച്ച് നന്നായി ജീവിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.